അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇത് പുറത്തോട്ട് കൂളൻ്റ് പോകുന്നത്? ഈ ഒരു സംശയം വന്നില്ലേ നിങ്ങൾക്ക്? ഉറപ്പായിട്ടും വരും, 100% വരും. ഇതാണ് റേഡിയേറ്റർ ക്യാപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവനൊരു വലിയൊരു സംഭവമാണ്. ഞാൻ ചിലർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ക്യാപ്പ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പ്ലാസ്റ്റിക് ഇവിടെ ഇട്ട് നന്നായിട്ട് കെട്ടിവെക്കും. പക്ഷേ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വാഹനം ഓവർ ഹീറ്റ് ആകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതായത് കൂളൻ്റ് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ട് വാഹനം ഓവർ ഹീറ്റായി. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ പലർക്കും സംശയം തോന്നുമായിരിക്കും, അതെങ്ങനെ സംഭവിക്കാനാണ്? കാരണം റേഡിയേറ്റർ ക്യാപ്പിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ആകാനുള്ള ഒരു ചാൻസും ഇല്ല, അത് വെറുതെ തെറ്റിദ്ധാരണയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അഥവാ നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് നിങ്ങൾ ഓരോ തവണ അഴിച്ച്, അതായത് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, കൂളൻ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രത്യേക കാര്യം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ്. ഇത് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഇതാണ് റേഡിയേറ്റർ. ഇത് ഒരു കാരണവശാലും റേഡിയേറ്റർ അല്ല, ഇതൊരു റിസർവ് ടാങ്കാണ്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ആവശ്യമുള്ളപ്പോൾ എടുക്കാനും ആവശ്യമില്ലാത്തപ്പോൾ തിരിച്ചുകൊണ്ട് ഫില്ല് ചെയ്യാനും യൂസ് ചെയ്യുന്നൊരു റിസർവ് ടാങ്ക് മാത്രമാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്ന ചെറിയൊരു ടാങ്ക്. അതായത് പലപ്പോഴും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഈ സൈഡിലായിരിക്കും, ഈ സൈഡിൽ വരാം, ചിലത് ആ സൈഡിലായിരിക്കും. ഇങ്ങനെ ഇത് മാറി മാറി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് റേഡിയേറ്ററിന് എപ്പോഴും ഒരു കണക്ഷൻ വരുന്ന ഈ ഒരു ചെറിയൊരു ടാങ്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതൊരു റിസർവ് ടാങ്കാണ്. ഈ ഒരു റിസർവ് ടാങ്കിനകത്തോട്ടും കൂളൻ്റ് കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം, റേഡിയേറ്ററിലോട്ടും കൂളൻ്റ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. ഇനി ഞാൻ ഈ ക്യാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒരു കാരണവശാലും, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാരണവശാലും വാഹനം ഹീറ്റായി നിൽക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഓടി വന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചാലും തെറ്റ്. നിങ്ങളിത് ഇവിടെ തൊട്ട് നോക്കണം. അതായത് ഈ ഒരു പോർഷനിൽ, ഈ ഒരു സ്റ്റീൽ പോർഷനിലോട്ട് തൊട്ട് നോക്കണം. ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ചൂട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തുറക്കരുത്. പിന്നെ അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം അറിയാവുന്ന ആൾക്കാർ, ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞ്, അറിയാവുന്ന ആൾക്കാർ തുണി കൂട്ടി, അതായത് അത്യാവശ്യം കട്ടിക്ക് തുണിയെടുത്ത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ചെയ്യരുത്, അറിയാവുന്ന ആൾക്കാർ മാത്രം ചെയ്യുക. അതായത് ഇപ്പം മെക്കാനിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയുണ്ട്, അതുപോലെ എല്ലാവരും ചെയ്യരുത്. ഓക്കെ, അപ്പം ഈ ക്യാപ്പ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് കൂളൻ്റ് കാണാൻ സാധിക്കും. കൃത്യം അളവിൽ കൂളൻ്റ് ഉണ്ട് ഇവിടെ. ഇനി ഈ ഒരു ക്യാപ്പിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഇപ്പം നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാം ചിന്തിക്കുന്നതന്നെ സാധാരണ ഒരു ക്യാപ്പ്, ഈ കാണുന്ന കൂളൻ്റ് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ക്യാപ്പല്ലേ, ഇതിലൊക്കെ ഇത്രയും വലിയ കഥയുണ്ടോ? ഉണ്ട്. ഇവൻ കാണാൻ കുഞ്ഞനാണെങ്കിലും ഇവൻ ചെയ്യുന്നൊരു ഫങ്ഷൻ വലുതാണ്. അതുകൊണ്ട് ഈ ഒരു ക്യാപ്പ് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ കൂളൻ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് കൃത്യമായിട്ട് അടച്ചോണം. ഇത് ശരിക്കും ഒരു 2 വാൽവ് വരുന്ന ക്യാപ്പാണ്. 2 പറയാൻ പറ്റില്ല, 3 വേണമെങ്കിൽ പറയാം, പക്ഷേ 2 വാൽവാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ക്യാപ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ബാക്ക് സൈഡിലുള്ള ഒരു റബ്ബർ, വേണ്ട ഈ അറ്റത്തുള്ള റബ്ബർ കണ്ടോ, ഈ ഒരു റബ്ബർ ഈ മേളത്തെ പോർഷൻ, അതായത് കൂളൻ്റ് ഇതിലെ, അതായത് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റബ്ബർ ഫില്ലിങ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ റബ്ബർ ഇവിടെ മേളിൽ വന്ന് ക്ലോസ് ആയിരിക്കുന്നുള്ളതുകൊണ്ട് കൂളൻ്റ് പുറത്തോട്ട് ചാടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇത് പുറത്തോട്ട് കൂളൻ്റ് പോകുന്നത്? ഈ ഒരു സംശയം വന്നില്ലേ നിങ്ങൾക്ക്? ഉറപ്പായിട്ടും വരും, 100% വരും. ആ കൂളൻ്റ് പുറത്ത് റിസർവ് ടാങ്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഈ ഒരു സ്പ്രിങ് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു സ്പ്രിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്പ്രിങ് എങ്ങനെയാണ് കൂളൻ്റിനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു വാൽവ് വരുന്നുണ്ട്. ഈ ഒരു വാൽവ് എന്ന് പറഞ്ഞാൽ പ്രഷർ വാൽവാണ്. അതായത് ഒരു നിശ്ചിത പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ക്യാപ്പ് ഇങ്ങനെ താഴും, കണ്ടോ. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിനകത്ത് കൂടുതൽ, അതായത് അത്യാവശ്യം ഹീറ്റ് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ, ചൂട് കൂടുമ്പോൾ പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രഷറിനെ പുറത്തോട്ട് കളയാൻ, അഥവാ ആ കൂളൻ്റിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് റിസർവ് ടാങ്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രഷർ കൂടുമ്പോൾ ഇത് ഇങ്ങോട്ട് താഴും. അങ്ങനെ താഴുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവും. അതായത് ഈ ഒരു റബ്ബർ, ഈ റബ്ബർ ശ്രദ്ധിച്ചോണം, ഈ താഴെ കാണുന്ന ഈ റബ്ബർ ഇവിടെ താഴത്തെ ബേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവിടെ ക്ലോസ് ആക്കി വെക്കും. അങ്ങനെ ക്ലോസ് ആക്കി വെക്കുമ്പോൾ കൂളൻ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകത്തില്ല. എന്നാൽ എപ്പോഴാണോ പ്രഷർ കൂടി ഇത് പൊങ്ങുന്നത്, അന്നേരം ഈ കൂളൻ്റ് നേരെ ഇതിലേ വന്ന് റിസർവ് ടാങ്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വാൽവ് കൂടെ കാണിച്ചു തരാം. ഇത് പുറത്തോട്ട് പോയി. ഇനി ഈ കൂളൻ്റ് റിസർവ് ടാങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് അങ്ങോട്ട് വേണ്ടേ, അതായത് നമ്മുടെ എൻജിൻ്റെ ഭാഗത്തോട്ട് കൂളൻ്റ് വേണമെന്നുള്ളപ്പോൾ എങ്ങനെ അങ്ങോട്ട് ചെല്ലും? അതിനും ഒരു വാൽവുണ്ട് ഇവിടെ, ഒരു വാക്യൂം വാൽവുണ്ട്. വാക്യൂം അതായത് നെഗറ്റീവ് പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ഇതിനകത്ത് എപ്പോഴാണോ കൂളൻ്റ് കുറയുന്നത്, അഥവാ ഇതിനകത്തൊരു വേക്കൻറ്റ് സ്പേസ് ഉണ്ടാകുന്നത്, ഇത് വലിക്കാൻ നോക്കുന്നത്, അന്നേരം ഈ കാണുന്ന സ്റ്റീല് ഇതൊരു വാൽവാണ്. ഇത് താഴും, കണ്ടോ. ഇതാണ് റേഡിയേറ്റർ ക്യാപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഇവനൊരു വലിയൊരു സംഭവമാണ്. ഞാൻ ചിലർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ക്യാപ്പ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പ്ലാസ്റ്റിക് ഇവിടെ ഇട്ട് നന്നായിട്ട് കെട്ടിവെക്കും. പക്ഷേ ഇത് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, പണി കിട്ടും. അപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു വാക്യൂമും കണ്ടു. ഇത് വാക്യൂം വലിക്കുമ്പോൾ ഇത് തുറക്കും, ഇതിലേ നേരെ കൂളൻ്റ് കയറി പൊക്കോളും. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടി. അതായത് റിസർവ് ടാങ്കിൽ നിന്ന് നേരെ കൂളൻ്റ് അങ്ങോട്ട് പൊക്കോളും. ഇനി എപ്പം ഓവർ ഹീറ്റ് ആകും, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. അതായത് ഒന്ന്, ഈ പറയുന്ന റബ്ബർ ഹോസ് ഇപ്പം ഏതെങ്കിലും രീതിക്ക് ഊരിപ്പോവോ അല്ലെങ്കിൽ പൊട്ടിപ്പോവോ, ഈ ക്യാപ്പ് നിങ്ങൾ തുറന്ന് വെച്ച് ഇതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തുറന്നു, അതിനുശേഷം ഇവനെ താഴോട്ടിട്ട് ഇത് അടയ്ക്കാൻ മറന്നുപോയി, ഇതിപ്പോൾ അടച്ചില്ലെങ്കിൽ എന്നാ എന്ന് ചിന്തിക്കുന്ന മാത്രമല്ല, മറന്നു പോയാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, എഞ്ചിനിൽ പ്രഷർ ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിലേ വരുന്ന കൂളൻ്റ് നേരെ തറയിലോട്ട് പോകും. അങ്ങനെ തറയിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് പുറത്തോട്ട് പോയി. ഈ കൂളൻ്റ് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാഹനത്തിനകത്തോട്ട് കൂളൻ്റ് വേണമെന്ന് പറഞ്ഞ് വലിക്കുമ്പോൾ എയർ മാത്രം അകത്തോട്ട് കയറത്തുള്ളൂ. മനസ്സിലാക്കി കാണും. അങ്ങനെ വരുമ്പോൾ ഓവർ ഹീറ്റ് കാണിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ താഴത്തെ ഒരു വാൽവിന് കംപ്ലയിൻറ്റ് വന്നു എന്ന് വെക്കുക. ഈ വാക്യൂം വാൽവിന് കംപ്ലയിൻറ്റ് വന്നു, പ്രഷർ എല്ലാം കൂടെ തള്ളി പുറത്തോട്ട് പോവും, തിരിച്ചങ്ങോട്ട് വലിക്കാനില്ല, അതും ഒരു കംപ്ലയിൻ്റാണ്. ഇനി ഈ പറയുന്ന സ്പ്രിങ് ലോഡ് ചെയ്തിരിക്കുന്ന വാൽവിനൊരു കംപ്ലയിൻറ്റ് വന്നു, അതും പ്രശ്നമാണ്. അതെന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, പുറത്തോട്ട് പ്രഷർ പോയില്ലെങ്കിൽ വാഹനം പിന്നെയും ഓവർ ഹീറ്റ് ആകുന്നുണ്ട്, അതും ഒരു പ്രശ്നം. അപ്പം കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതിലാണ് കൂളൻ്റ് വരുന്നത്. ഈ സൈഡിലൊരു ഹോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ സൈഡിലുള്ള ഹോളിൽ കൂടെയാണ് കൂളൻ്റിനെ തിരിച്ചു വലിക്കുന്നത്, അതായത് വാക്യൂം വലിക്കുന്ന സമയത്ത് പോരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് കാണുന്ന ഒരു കുഞ്ഞൻ ഐറ്റം ഒന്നുമല്ല, ഇവനൊരു വലിയ റോള് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് തുറന്ന് ഞാൻ ഈ പറഞ്ഞ റബ്ബേഴ്സ് എല്ലാം കറക്റ്റ് ആണോ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുക. അത് മാത്രമല്ല, പലപ്പോഴും ലോങ് ഡ്രൈവൊക്കെ പോകുന്നതിന് മുമ്പ് പലരും റേഡിയേറ്റർ ക്യാപ്പ് തുറന്ന് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളത് ഇവിടെ ശ്രദ്ധിച്ചോണം, ക്യാപ്പ് ഫുള്ള് ക്ലോസ്ഡ് ആണെന്നുള്ളത്, ഇവിടെ നിന്ന് ടൈറ്റ് ആണോ എന്നുള്ളതൊന്ന് കൺഫേം ആയതിനു ശേഷം മാത്രം ഇതിൻ്റെ അടുത്തുനിന്ന് മാറാവുള്ളൂ. കാരണം അവിടെ ഏതെങ്കിലും രീതിക്ക് കറക്റ്റായിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിലെ ലീക്ക് വരും. ലീക്ക് വന്നാലും പണി പാളും, നിങ്ങളുടെ വാഹനം ഓവർ ഹീറ്റാകും. അതുകൊണ്ട് ഈ ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എത്ര സമയം പോയെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ സമയമില്ല പെട്ടെന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞാൽ ഓടി വന്ന് തുറന്ന് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല ഈ ഒരു റേഡിയേറ്റർ ക്യാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം ഇത് തുറന്ന് നോക്കി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാവുള്ളൂ. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടി ഇട്ടേക്ക്.